ചക്കരേ എന്താ വാവേ വേഗാട്ടെ കുക്കുടു കുച്ചു 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 വാ പാല് കുച്ചോട്ടോ വേഗം വേഗം കുച്ചു ആഹാ നോക്കി ദാ നോക്കി അച്ഛൻ നോക്കി ദേ അവിടെ നോക്കി കണ്ടോ സൈറ വന്നിരുന്നു അവളുടെ +2 റിസൾട്ട് വന്നത്രേ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് എങ്കിലും ഡെലിവറിക്ക് ശേഷം വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതിരുന്നിട്ടും അവളെ സാധിച്ചല്ലോ കുഞ്ഞിനെ കണ്ടില്ലായിരുന്നു ഇല്ല ഇവൻ ഉറക്കായിരുന്നു പിന്നെ ചോദിച്ചപ്പോ കാണണ്ടെന്നാ പറഞ്ഞേ മെഡിസിൻ എൻട്രൻസ് ചെയ്താൻ ബാംഗ്ലൂർ പോവാത്രേ ഇനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ആ കുട്ടി സംസാരിച്ചത് ദാ ഈ പുസ്തകം ഡോക്ടർക്ക് തരാൻ പറഞ്ഞു പത്മരാജന്റെ കഥകളാ ഇതെന്തിനാ ഇപ്പോന്നാ എനിക്ക് മനസ്സിലാവാത്ത ചക്കരേ പി പത്മരാജന്റെ ഈ കഥാപുസ്തകം സൈറ ഡോക്ടർക്ക് സമ്മാനിക്കാൻ കാരണമെന്താവും? ഇനിയൊരു പക്ഷേ സൈറയുടെ കഥയിലെ ഭൂതത്തിനെ ഈ കുപ്പിയിലാണോ അടച്ചിട്ടിരിക്കുന്നത്? അതിലെ തന്നെ മൂവന്തി എന്ന കഥ അവൾ മാർക്ക് ചെയ്തതെന്തിന്? ഡോക്ടർ ആകാംക്ഷാപൂർവം ആ കഥ വായിച്ചു തുടങ്ങി. കുന്നിൻപുറത്തെ ബംഗ്ലാവിന് ചുറ്റും മഞ്ഞ് നനവാർന്ന കാറ്റ് വീശിയടിച്ചപ്പോൾ അവൾ സ്വീകരണ മുറിയിൽ വന്നിരുന്ന് മാല കെട്ടി തുടങ്ങി. അമ്മയ്ക്ക് നീല നിറമായിരുന്നു അത്ര ഇഷ്ടം. അതുകൊണ്ട് അമ്മയുടെ പടത്തിന്മേൽ ചാർത്തുന്ന മാല എന്നും നീലപ്പൂക്കൾ കൊണ്ട് മാത്രമാണ് കിട്ടുക. കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അത് തിരിച്ചിട്ടില്ല. ഡോക്ടർ സക്കറിയ വായന തുടർന്നു. അയാളുടെ മനസ്സിലൂടെ കഥയിലെ കത്തോലിക്ക പള്ളിയിലെ മണികൾ അലച്ചടങ്ങി. സന്ധ്യാസമയം. അപ്പോഴാണ് അവൻ കടന്നു വന്നത്. അന്ധയായ കുട്ടിയുടെ കയ്യിലെ കോർത്തുകൊണ്ടിരുന്ന പൂവുകൾ തീരാറായിരുന്നു. എല്ലാം കഴിഞ്ഞ് നിലത്ത് കിടന്ന നീല സാരിയും നീല ബ്ലൗസും അവളുടെ മീതേക്കിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ആ അന്ധയായ പെൺകുട്ടി അവളെപ്പോലെ അലങ്കോലമായ മുറിയിലിരുന്ന് ഒച്ചയില്ലാതെ കരഞ്ഞു. ഇരുണ്ട വീട് തേങ്ങലുകളുടെ വീടായി. പുറത്ത് സന്ധ്യ രാത്രിക്ക് കീഴടങ്ങിയിരുന്നു. അച്ഛൻ നടത്തം കഴിഞ്ഞ് മടങ്ങിയെത്തി. അദ്ദേഹം ചവിട്ടിത്തേക്കപ്പെട്ട മുറിയെയും ചവിട്ടിത്തേക്കപ്പെട്ട മകളെയും നോക്കി ഇടർന്ന തൊണ്ടയോടെ വിളിച്ചു. അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞ് നഗ്നത മറയ്ക്കാൻ പോലും മെനക്കെടാതെ ഒരു കൊടുങ്കാറ്റ് പോലെ ചെന്ന് അവൾ അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ മകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പൊടുന്നനെയാണ് ആ പെൺകുട്ടി അതറിഞ്ഞത്. അവളുടെ വിരലിൽ കൊഴുത്ത നനവ് തട്ടി. അച്ഛൻ്റെ കയ്യിലെ പല്ലിറങ്ങിയ മുറിപ്പാടിൽ നിന്ന് വിരലെടുത്ത് ഭയത്തോടെ നിസ്സഹായതാബോധത്തോടെ അവൾ മണത്തു നോക്കി. ഉണങ്ങാത്ത ചോരയുടെ ഗന്ധം, പരിഭ്രമ പ്രളയം. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഈ കഥ വായിച്ച് അവസാനിപ്പിച്ചു. പിതാക്കന്മാരാലും സഹോദരങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ഈ ലോകത്ത് ആരോടും ഒന്നും പറയാതെ ആത്മഹത്യ ചെയ്യാതെ അപമാനവും ശകാരവും പേറി 10 മാസത്തെ ഗർഭകാലം. അതായിരുന്നോ സൈറയുടേത്? ഒരു പ്രതികാരം പോലെ പിതാവിനോടുള്ള താക്കീതായിട്ടാണോ അവൾ പ്രസവിച്ചത്? സ്വന്തം മകളിലുള്ള കുഞ്ഞിൻ്റെ മുഖം അയാളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടട്ടെ എന്നവൾ കരുതിയോ? ഉത്തരങ്ങൾ അയാൾ കണ്ടെത്തിയേക്കാം. എന്തായാലും കഥകൾ അവസാനിക്കുന്നില്ല. തന്നെ തേടി ഇനിയും വരുന്ന ശരിയും തെറ്റുമായ അസംഖ്യം ഗർഭിണികൾക്കായി അവരുടെ പ്രവാചകനായി ഡോക്ടർ സക്കറിയ ഇവിടെ തന്നെ ഉണ്ടാകും. ഹലോ ഹലോ അനു, ഐ ആം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളോ? ആര് പറഞ്ഞു നീയാണ് ആ കുഞ്ഞുങ്ങളുടെ തന്തയെന്ന്? അനു, നീ വെറും വിത്തുകാളയാ. നാട് നീളെ ചേർപ്പിക്കാൻ കൊണ്ടു നടക്കുന്ന വെറും വിത്തുകാള. പിന്നെ
നിന്റെ പ്രലോഭനത്തിൽ വീണ പഴയ അനുരാധയല്ല ഞാനിന്ന്. കൂട്ടുകാരന്റെയും ജാരന്റെയും കുപ്പായമിട്ട ഈ വിളിയുണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. You get lost, bastard, from our life. അനുരാധയും കുടുംബവും ഇപ്പോൾ ഹാപ്പിയാണ്. ഡോക്ടർ സക്രിയയുടെ നമ്മൾ ചർച്ച ചെയ്ത 4 കേസുകളിൽ തികച്ചും അവിശ്വസനീയമായ ഒരു കെട്ടുകഥ പോലെ നിങ്ങൾക്കിത് തോന്നിയിട്ടുണ്ടെങ്കിൽ സവിനയം ഒരു കാര്യം ഉണർത്തട്ടെ. ഈ കഥയും കഥാപാത്രങ്ങളും ഒരിക്കലും സാങ്കല്പികമല്ല. ഞങ്ങൾക്കറിയാവുന്ന ഒരു കുടുംബമാണിത്. അവരുടെ സമ്മതത്തോടെ വ്യത്യസ്തമായ പേരുകളിൽ കഥാപാത്രങ്ങളായി അവർ നിങ്ങൾക്ക് മുമ്പിൽ വന്നുവെന്ന് മാത്രം. ഫാത്തിമ, ഈ കറുകപ്പട്ടയും കുന്തിരിക്കവും കൂടി അരച്ച് തേനിൽ ചാലിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിച്ച പ്രസവശേഷം വയറ്റിൽ പാടുവരില്ലത്ര. ദേ ഇങ്ങുണ്ട അല്ല, കുന്തിരിക്കം. യഥാർത്ഥ ഗർഭത്തിന്റെ 2 മാസവും പേറിയാണ് കാസർഗോട്ടേക്ക് ഫാത്തിമയുടെ യാത്ര. ഇനി അവളുടെ യാത്ര വളവുകളും തിരിവുകളുമില്ലാതെ സമാന്തരമായി പോകുന്ന നേർരേഖയിലാവട്ടെ. വ്യാജഗർഭത്തിന്റെ കഥ ഇതുപോലെയുള്ള യാത്രകളിൽ പറഞ്ഞു ചിരിക്കാവുന്ന ഒരു നേരം പോക്ക് മാത്രമാവും. ഇല്ലാത്ത ഗർഭം പറഞ്ഞ സക്രിയയുടെ ഗർഭിണികളിലെ ഫാത്തിമയ്ക്ക് അങ്ങനെ ഗർഭം കൊണ്ട് തന്നെ പര്യവസാനം. സൈറയുടെ കുഞ്ഞിനെ ജാസ്മിൻ ജെന്നിഫറിന് കൊടുക്കാൻ ഡോക്ടർ സക്രിയയും ഭാര്യയും അന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അവരത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഇന്നിപ്പോൾ നിയോഗങ്ങളുടെ മറ്റൊരു വിശാലതയിലാണ് ജാസ്മിൻ ജെന്നിഫർ പുതിയൊരു ആകാശം പണിതത്. ആകാശത്തിലെ 100,000 നക്ഷത്ര കുഞ്ഞുങ്ങൾ അവരെ അമ്മേ എന്ന് വാഴ്ത്തിപ്പാടട്ടെ. ഭൂമിയിലെ അമ്മയില്ലാത്ത കുരുന്നുകൾക്ക് ജീവനും സ്നേഹവും അപ്പവുമായി അവരുണ്ട്. അമ്മയില്ലാത്തവർക്ക് അമ്മയായി.